ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ തീവ്ര ശ്രമം തുടർന്ന അമേരിക്ക. പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രായേൽ താൽപര്യങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ലെന്നാണ് യുഎസ് നിലപാട്. പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നയതന്ത്രമാണ്. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ ഇക്കാര്യത്തിൽ ഉടൻ കരാറുണ്ടാക്കണം. അതിർത്തികളിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഹിസ്ബുല്ല നിരന്തരമായി മേഖലയിൽ പ്രകോപനം തുടരുകയാണെന്നും പൂർണ്ണ രീതിയിലുള്ള യുദ്ധം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും ഓസ്റ്റിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗസയിലെ സിവിലിയൻ കുരുതിയിലുള്ള ആശങ്ക പങ്കുവച്ചതിനു പുറമെ കൂടുതൽ സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഓസ്റ്റിൻ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയ്ക്ക് ഹിസ്ബുല്ല മാത്രമാണ് ഉത്തരവാദിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സമ്പൂർണ്ണ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വെക്കുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം നെതന്യാഹു തള്ളിയിരുന്നു. ഗസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഹിസ്ബുല്ലയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗസ യുദ്ധം നിർത്തില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. തെക്കൻ ഗസ നഗരമായ റഫേൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ഗസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും ഹിസ്ബുല്ലയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7-ന് ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു. പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുല്ല. ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കുന്നത്. ഹിസ്ബുല്ലയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുല്ല ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് മുന്നറിയിപ്പുകളില്ലാതെ ആക്രമണം നടക്കുന്നത്. അതിനിടെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുല്ലക്കൊപ്പം ചേരാൻ സന്നദ്ധത അറിയിച്ച് ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ സേന, അഫ്ഗാനിസ്ഥാനിലെ ഹാത്തിമിയൂൻ, പാകിസ്ഥാനിലെ സൈനബിയൂൻ, യമനിലെ ഹൂത്തികൾ അടങ്ങിയ സംഘടനകളിൽ നിന്നുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ലബനാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ പിന്തുണയോടെ സിറിയയിൽ പ്രസിഡന്റ് ബഷറുൽ അസദിന് വേണ്ടി കഴിഞ്ഞ 13 വർഷമായി പോരാടുന്നത്. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന് ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനാ നേതാക്കൾ അറിയിച്ചതായി ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞിരുന്നു. ഹിസ്ബുല്ലയ്ക്ക് 1 ലക്ഷത്തിലേറെ പോരാളികളാണ് യുദ്ധമുഖത്തുള്ളത്.